പൊളിറ്റിക്കൽ പാർട്ടീസ് എന്ന ഭാഗമാണ് നമ്മളിവിടെ ഇന്ന് നോക്കുന്നത്. എന്താണ് പൊളിറ്റിക്കൽ പാർട്ടി എന്ന് പറഞ്ഞാൽ എന്നതിനെക്കുറിച്ചാണ് നമ്മളിവിടെ പറയുന്നത്. പൊളിറ്റിക്കൽ പാർട്ടി എന്ന് പറയുന്നത് നമുക്കറിയാം, ആധുനിക ജനാധിപത്യ ഭരണക്രമം വന്നപ്പോഴാണ് പൊളിറ്റിക്കൽ പാർട്ടികൾ ആവശ്യമായി വന്നത്. അതിനു മുമ്പ് ജനാധിപത്യ ഭരണക്രമം ഉണ്ടാകുന്നതിന് മുമ്പ് ലോകത്ത് പൊളിറ്റിക്കൽ പാർട്ടിയുടെ ആവശ്യമുണ്ടായിരുന്നില്ല. കാരണം അക്കാലങ്ങളിൽ ഭരണം നടത്തിയിരുന്നത് രാജാക്കന്മാരായിരുന്നു. ഭൂരിപക്ഷം രാജ്യങ്ങളും അവിടങ്ങളിലെ ഭരണം നടത്തിയിരുന്നത് ചക്രവർത്തിമാർ, രാജാക്കന്മാർ, മതമേലാളന്മാർ, ഗോത്രമുഖ്യന്മാർ, അങ്ങനെ തുടങ്ങിയിട്ട് ആരാണോ ആധിപത്യം സമൂഹത്തിൽ പുലർത്തുന്നത് അവരായിരുന്നു രാജ്യം ഭരിച്ചിരുന്നത്. അതേസമയത്ത് ആധുനിക ലോകക്രമം ഉണ്ടായി വന്നപ്പോൾ, ജനാധിപത്യ ഭരണകൂടങ്ങൾ ഉണ്ടായി വന്നപ്പോൾ ലോകത്ത് രാഷ്ട്രീയ പാർട്ടികൾ എന്ന് പറയുന്ന പുതിയ സംവിധാനം വന്നു. കാരണം ജനാധിപത്യ ഭരണക്രമങ്ങൾ ലോകത്ത് ജനങ്ങൾക്ക് തന്നെ ഭരിക്കാനുള്ള അവകാശങ്ങൾ ഉണ്ടായി വന്നതോടെ ജനങ്ങൾക്കിടയിൽ രാഷ്ട്രീയ പാർട്ടികൾ, അധികാരത്തിനു വേണ്ടിയുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ടായി വന്നു. 19-ാം നൂറ്റാണ്ടിൽ യൂറോപ്പിലും യുണൈറ്റഡ് സ്റ്റേറ്റിലുമൊക്കെയാണ് ആധുനിക രാഷ്ട്രീയ പാർട്ടികൾ ഉത്ഭവിച്ചത് എന്നാണ് ചരിത്രപരമായി നമുക്ക് കാണാൻ സാധിക്കുന്നത്. ജനാധിപത്യ ഭരണകൂടങ്ങൾ, തെരഞ്ഞെടുപ്പുകൾ, പാർലമെന്ററി സംവിധാനങ്ങൾ, പ്രാതിനിധ്യ ഗവൺമെന്റുകൾ തുടങ്ങി ലോകത്ത് അധികാരഘടനയിൽ ജനാധിപത്യ പ്രക്രിയകൾ പ്രവർത്തിച്ചു തുടങ്ങിയതോടുകൂടി പാർട്ടികൾ, രാഷ്ട്രീയ പാർട്ടികൾക്ക് വലിയ പ്രാധാന്യമാണ് ഉണ്ടായത്. അങ്ങനെ ലോകക്രമത്തിൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് വലിയ പ്രാധാന്യം ലഭിക്കുകയും പുതിയ കാലത്ത് സമകാലിക ലോകത്ത് തന്നെ ജനാധിപത്യ ഭരണക്രമങ്ങൾ വർദ്ധിക്കുകയും അവിടങ്ങളിൽ തന്നെ പൊളിറ്റിക്കൽ പാർട്ടികൾക്ക് വലിയ പ്രാധാന്യം ലഭിക്കുകയും ചെയ്യുന്ന പുതിയ കാലത്താണ് നമ്മളുള്ളത്. എന്താണ് പൊളിറ്റിക്കൽ പാർട്ടി എന്നതിനെക്കുറിച്ച്, എന്താണ് പൊളിറ്റിക്കൽ പാർട്ടി എന്നതിൻ്റെ മീനിങ്, എന്താണ് ഈ പൊളിറ്റിക്കൽ പാർട്ടി എന്ന് നമുക്ക് ആദ്യം മനസ്സിലാക്കണം. നമ്മൾ ഈ കാണുന്ന സംഘടനകളും പ്രസ്ഥാനങ്ങളൊക്കെ പൊളിറ്റിക്കൽ പാർട്ടിയാണോ? ഇതിൽ നിന്ന് എന്താണ് ഇതിൻ്റെ മാറ്റം? അതാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. എന്താണ് പൊളിറ്റിക്കൽ പാർട്ടി? വാട്ട് ഈസ് ദ മീനിങ് ഓഫ് പൊളിറ്റിക്കൽ പാർട്ടി? ഒരേ രാഷ്ട്രീയ വീക്ഷണങ്ങൾ പങ്കിടുന്നവരും രാഷ്ട്രീയ അധികാരം നേടാൻ ശ്രമിക്കുന്നവരുമായ സംഘടിത വ്യക്തികളുടെ ഗ്രൂപ്പുകളെയാണ് പൊളിറ്റിക്കൽ പാർട്ടി എന്ന് വിശേഷിപ്പിക്കുന്നത്. ഇതാണ് പൊളിറ്റിക്കൽ പാർട്ടിയുടെ മീനിങ്. ഒരേ രാഷ്ട്രീയ വീക്ഷണങ്ങൾ പങ്കിടുന്നവരും രാഷ്ട്രീയ അധികാരം നേടാൻ ശ്രമിക്കുന്നവരുമായ സംഘടിത വ്യക്തികളുടെ ഗ്രൂപ്പുകളെയാണ് പൊളിറ്റിക്കൽ പാർട്ടി എന്ന് വിശേഷിപ്പിക്കുന്നത്. ഇനി നമുക്ക് പൊളിറ്റിക്കൽ പാർട്ടിയുടെ ഡെഫിനിഷൻ നോക്കാം. പൊളിറ്റിക്കൽ പാർട്ടിയെ പറ്റിയുള്ള നിർവചനങ്ങൾ, 1-2 നിർവചനങ്ങൾ നമുക്ക് നോക്കാം. ആദ്യമായിട്ട് JR ഗെറ്റിൽ പറഞ്ഞ എന്താണെന്ന് നോക്കാം. ഒരു രാഷ്ട്രീയ പാർട്ടി എന്നത് ഏറെക്കുറെ സംഘടിതരായ പൗരന്മാരുടെ ഒരു കൂട്ടമാണ്. അവർ ഒരു രാഷ്ട്രീയ യൂണിറ്റായി പ്രവർത്തിക്കുന്നു. ഒപ്പം അവരുടെ വോട്ടിംഗ് ശക്തി ഉപയോഗിച്ച് സർക്കാരിനെ നിയന്ത്രിക്കാനും അവരുടെ പൊതുനയങ്ങൾ നടപ്പിലാക്കാനും ലക്ഷ്യമിടുന്നു. ഇതാണ് പൊളിറ്റിക്കൽ പാർട്ടി എന്നാണ് JR ഗെറ്റൽ പറയുന്നത്. അടുത്തത് മാക്കൈവറിന്റെ ഒരു അഭിപ്രായമാണ്. മാക്കൈവർ പറയുന്നത്, ഭരണഘടനാപരമായ മാർഗങ്ങളിലൂടെ ഗവൺമെന്റിനെ നിർണയിക്കാൻ ശ്രമിക്കുന്ന ചില തത്വങ്ങളെയോ നയങ്ങളെയോ പിന്തുണക്കുന്ന സംഘടിത ആളുകളുടെ കൂട്ടായ്മയാണ് രാഷ്ട്രീയ പാർട്ടികൾ എന്നാണ് മാക്കൈവർ പറയുന്നത്. ഇനി നമ്മൾ നോക്കുന്നത് രാഷ്ട്രീയ പാർട്ടികളുടെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്. വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് പൊളിറ്റിക്കൽ പാർട്ടി? ഒന്നാമത്തെ കാര്യം, പാർട്ടി കേഡർ കെട്ടിപ്പടുത്തും. പാർട്ടിയാകുമ്പോൾ അവരുടെ സംഘടനാ സെറ്റപ്പ് ശക്തമാക്കുന്നു. അടിത്തട്ടിലെ പാർട്ടി ഘടകം മുതൽ അവരുടെ ഏറ്റവും ഉയർന്ന പാർട്ടിയുടെ നേതൃത്വം വരെയുള്ള സംഘാടനം, അതിലെ പ്രവർത്തകർ, അതിലെ പ്രവർത്തകരുടെ മെമ്പർഷിപ്പ്, അതിൻ്റെ ഏറ്റവും താഴെത്തട്ടിലുള്ള കമ്മിറ്റി, ബൂത്ത് കമ്മിറ്റി മുതൽ ദേശീയ കമ്മിറ്റി വരെയുള്ള വലിയ വിപുലമായ സംഘടനാ സംവിധാനങ്ങൾ, അതിൻ്റെ പ്രവർത്തന പദ്ധതികൾ, പ്ലാനിങ്ങുകൾ, പദ്ധതി നടപ്പിലാക്കുന്നത്, അധികാരം നേടാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ, ഇതൊക്കെ കേഡർ സംവിധാനത്തിൻ്റെ ഭാഗമാണ്.
പൊളിറ്റിക്കൽ പാർട്ടിയുടെ രണ്ടാമത്തെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് പൊതുജനങ്ങളെ ബാധിക്കുന്ന പ്രധാന വിഷയങ്ങളിൽ പൊതുജനാഭിപ്രായം സംഘടിപ്പിക്കുന്നു എന്നതാണ്. പൊതുജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങളിൽ നിരന്തരം ഇടപെട്ടുകൊണ്ട് അവരുടെ പൊതുജനങ്ങളുടെ അഭിപ്രായങ്ങൾ സ്വീകരിക്കുന്നു, അതിൽ ഇടപെടുന്നു, ആ അഭിപ്രായങ്ങളെ ക്രോഡീകരിക്കുന്നു, ഗവൺമെന്റിലേക്ക് ആ അഭിപ്രായത്തെ ഉൾച്ചേർക്കുന്നു. അങ്ങനെ ഇൻട്രസ്റ്റ് അഗ്രിഗേഷൻ ചെയ്യുന്നു. ജനങ്ങളുടെ പ്രയാസങ്ങളെ, പ്രതിസന്ധികളെ, കഷ്ടപ്പാടുകളെ ഇതിനെയെല്ലാം അവർ സംഘടിപ്പിച്ചുകൊണ്ട് ആ പ്രതിസന്ധികളിലും പ്രയാസങ്ങളിലും ഏത് വിഷയങ്ങളിലും ഇടപെട്ടുകൊണ്ട് അഭിപ്രായങ്ങൾ ശേഖരിക്കുകയും ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുകയും ചെയ്യുക എന്നത് രാഷ്ട്രീയ പാർട്ടികളുടെ പ്രവർത്തനത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് തിരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥികളെ കണ്ടെത്തുന്നു. തെരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥികളെ കണ്ടെത്തുന്നത് രാഷ്ട്രീയ പാർട്ടികളെ വളരെ പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങളുടെ ഭാഗമാണ്. മറ്റൊന്ന്, ജനങ്ങൾക്ക് നേതൃത്വം നൽകുക എന്നത് പൊളിറ്റിക്കൽ പാർട്ടികളുടെ മറ്റൊരു പ്രവർത്തന ഫംഗ്ഷനാണ്. ജനങ്ങൾക്ക്, ജനസമൂഹത്തിന് നേതൃത്വം നൽകുക, രാഷ്ട്രീയമായ പങ്കുവഹിക്കുക എന്നത് രാഷ്ട്രീയ പാർട്ടികളുടെ വളരെ പ്രധാനപ്പെട്ട പ്രത്യേകതയാണ്. മറ്റൊന്ന്, തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ ആസൂത്രണം വഹിക്കുക. ഒരു രാജ്യത്ത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ആ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുന്നതിനും അധികാരം കിട്ടുന്നതിനും ആവശ്യമായ പദ്ധതികൾ, പ്ലാനിങ്ങുകൾ ഇതൊക്കെ ഉണ്ടാക്കുക എന്നത് രാഷ്ട്രീയ പാർട്ടികളുടെ വളരെ പ്രധാനപ്പെട്ട പ്രവർത്തനമാണ്. മറ്റൊന്ന്, പാർട്ടിയുടെ അച്ചടക്കവും വിശ്വസ്തതയും നിലനിർത്തുക എന്നത് പൊളിറ്റിക്കൽ പാർട്ടിയുടെ പ്രവർത്തനത്തിൻ്റെ ഭാഗമാണ്. ആ പാർട്ടിയുടെ പ്രവർത്തനങ്ങൾ, അച്ചടക്കങ്ങൾ, വിശ്വാസ്യത ഇത് നിലനിർത്തുന്നതിനാവശ്യമായ പ്രവർത്തനങ്ങൾ നടത്തുക എന്നത് പൊളിറ്റിക്കൽ പാർട്ടിയുടെ പ്രവർത്തനങ്ങളുടെ ഫംഗ്ഷന്റെ ഭാഗമാണ്. മറ്റൊന്ന്, നയങ്ങളും പരിപാടികളും രൂപീകരിക്കുകയും അധികാരത്തിൽ വന്ന ശേഷം അവ നടപ്പാക്കുകയും ചെയ്യുക. ഇതും രാഷ്ട്രീയ പാർട്ടികളുടെ ലക്ഷ്യമാണ്, പ്രവർത്തനം ആണ്. തങ്ങൾക്ക് ഏതൊരു പാർട്ടിക്കും അവരുടേതായ ചില ലക്ഷ്യങ്ങളുണ്ടാവും, അവരുടേതായ ചില നയങ്ങളുണ്ടാവും. ആ നയങ്ങൾ, ആ പദ്ധതികൾ ജനങ്ങൾക്കിടയിൽ പറയുകയും അങ്ങനെ തങ്ങൾക്ക് അധികാരം കിട്ടിക്കഴിഞ്ഞാൽ ആ പദ്ധതികൾ നടപ്പാക്കാൻ ശ്രമിക്കുകയും ചെയ്യുക എന്നതും പൊളിറ്റിക്കൽ പാർട്ടിയുടെ പ്രവർത്തനത്തിൻ്റെ ഭാഗമാണ്. രാഷ്ട്രീയ പാർട്ടികളുടെ മറ്റൊരു പ്രവർത്തനം എന്ന് പറയുന്നത് ജനങ്ങളെ ബോധവൽക്കരിക്കുകയും രാഷ്ട്രീയ അവബോധം ഉണർത്തുകയും ചെയ്യുക എന്നതാണ്. രാഷ്ട്രീയമായി പൊളിറ്റിക്കൽ സോഷ്യലൈസേഷൻ ചെയ്യുക, രാഷ്ട്രീയ പ്രക്രിയയിൽ ബോധവൽക്കരണം ഉണ്ടാക്കുക, ജനങ്ങളെ രാഷ്ട്രീയവൽക്കരിക്കുക. ഇത് പൊളിറ്റിക്കൽ പാർട്ടിയുടെ വളരെ പ്രധാനപ്പെട്ട പ്രവർത്തനമാണ്. അവർ സമ്മേളനങ്ങൾ നടത്തുന്നു, പ്രചരണങ്ങൾ നടത്തുന്നു, ലഘുലേഖകൾ വിതരണം ചെയ്യുന്നു, അവർ നാടുനീളെ തോരണങ്ങൾ കെട്ടുന്നു, മൈക്ക് വെച്ച് പ്രസംഗിക്കുന്നു. ഇതൊക്കെ എന്തിനു വേണ്ടിയാണ്? ജനങ്ങളെ രാഷ്ട്രീയ ഉത്ബുദ്ധം ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ്. ഇതൊക്കെ രാഷ്ട്രീയ പാർട്ടികളുടെ ഫംഗ്ഷന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഇനി നമ്മൾ പറയുന്നത് രാഷ്ട്രീയ പാർട്ടികളുടെ ഘടകങ്ങൾ എന്തൊക്കെയാണ്, ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ട അടിസ്ഥാന ഘടകങ്ങൾ എന്തൊക്കെയാണ്. ഒന്നാമതായി, ആ പാർട്ടിക്ക് നല്ല സംഘടന വേണം, ഓർഗനൈസേഷൻ വേണം. ഏതൊരു പൊളിറ്റിക്കൽ പാർട്ടിക്കും സംഘടനാ സംവിധാനം ഉണ്ടാവുക എന്നത് ഒരു പാർട്ടിയുടെ അടിസ്ഥാന ഘടകമാണ്. അസംഘടിതമായ ജനങ്ങൾ വെറും ആൾക്കൂട്ടം മാത്രമാണ്. അതൊരിക്കലും പൊളിറ്റിക്കൽ പാർട്ടി ആവാൻ സാധ്യമല്ല. അവർക്കിടയിൽ പൊതു താല്പര്യങ്ങളും തത്വങ്ങളും രൂപീകരിക്കാൻ സാധ്യമല്ല. ഒരേ രാഷ്ട്രീയ ആശയങ്ങളുടെ അടിസ്ഥാനത്തിൽ സംഘടിതമായ ഒരു സംവിധാനമാണ് രാഷ്ട്രീയ പാർട്ടി എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പാർട്ടിയുടെ ഘടന അഖിലേന്ത്യാ നേതൃത്വം മുതൽ ഏറ്റവും അടിസ്ഥാനമായ താഴെത്തട്ടിലുള്ള കമ്മിറ്റി വരെ വളരെ പ്രധാനപ്പെട്ട സംഘടനാ സെറ്റപ്പ് എന്ന് പറയുന്നത് ഏതൊരു പാർട്ടിയുടെയും അടിസ്ഥാനപരമായ ഘടകമാണ്. രണ്ടാമത്തെ ഘടകം, അതിന് അടുത്ത ഘടകമായിട്ട് എന്ത് വേണം? അതിനൊരു പ്രത്യയശാസ്ത്രം വേണം. ഏതൊരു പാർട്ടിക്കും അവരുടെ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രം ഉണ്ടാവുക എന്നത് മറ്റൊരു അടിസ്ഥാന ഘടകമാണ്. അംഗങ്ങൾ പാർട്ടിയുടെ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രം അംഗീകരിക്കണം. പാർട്ടിയുടെ പ്രത്യയശാസ്ത്രം മുന്നോട്ട് വെച്ചുകൊണ്ടാണ് പാർട്ടി പ്രവർത്തിക്കുന്നത്. ആ പ്രത്യയശാസ്ത്രത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവാൻ പാടില്ല. പ്രവർത്തകർക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവാൻ പാടില്ല. അങ്ങനെ അഭിപ്രായ വ്യത്യാസം സംഭവിച്ചാൽ അംഗങ്ങൾക്കിടയിലുള്ള സഹകരണം നഷ്ടമാവുകയും പാർട്ടിയുടെ നാശത്തിലേക്കും പിളർപ്പിലേക്കും ഒക്കെ പോവുകയും ചെയ്യും. അത് നമ്മൾ പലപ്പോഴായിട്ട് ഇന്ത്യയിലൊക്കെ പാർട്ടികളുടെ അവസ്ഥ നമുക്കറിയാലോ. എന്തായാലും പാർട്ടിക്ക് മുന്നോട്ട് വെക്കുന്ന ഒരു പ്രത്യയശാസ്ത്രം,
ഒരു മാനിഫെസ്റ്റോ വേണം. അതനുസരിച്ചായിരിക്കണം ആ പാർട്ടി പ്രവർത്തിക്കേണ്ടത്. അതൊരു അടിസ്ഥാന ഘടകമാണ്, ഒരു പാർട്ടിയുടെ അടിസ്ഥാന ഘടകമാണ്. മൂന്നാമത്തെ കാര്യം, അധികാരത്തിലെത്താനുള്ള മാർഗം ജനാധിപത്യപരമായിരിക്കണം. ഏതൊരു രാഷ്ട്രീയ പാർട്ടിയും അധികാര ലഭ്യതക്കായി ജനാധിപത്യപരവും സമാധാനപരവുമായ മാർഗങ്ങൾ സ്വീകരിക്കണം. തെരഞ്ഞെടുപ്പിലൂടെയാണ് അധികാരത്തിലെത്താൻ ജനാധിപത്യ രാജ്യത്ത് ശ്രമിക്കേണ്ടത്. അക്രമമാർഗങ്ങളിലൂടെ അധികാരം കൈയടക്കുന്നത് രാഷ്ട്രീയ പാർട്ടിയുടെ അടിസ്ഥാന സ്വഭാവമല്ല, അത് തികച്ചും ജനാധിപത്യ വിരുദ്ധമാണ്. നാലാമത്തെ കാര്യം, ക്രിയാത്മകമായ നേതൃത്വം വേണം. ഏതൊരു രാഷ്ട്രീയ പാർട്ടിയുടെയും പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാൻ വളരെ സർഗാത്മകമായ, വളരെ ക്രിയാത്മകമായ, ഊർജ്ജസ്വലമായ നേതൃത്വം പാർട്ടിയുടെ അടിസ്ഥാന ഘടകമാണ്. അത് ഏതൊരു പാർട്ടിയുടെയും അടിസ്ഥാന ഘടകമാണ്. അതല്ലാതെ നേതാക്കളുടെ ക്രിയാത്മകത ഇല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും ആ പാർട്ടി ഒരിക്കലും പൊളിറ്റിക്കൽ പാർട്ടിയായിട്ട് കൃത്യമായ പ്രവർത്തനം ഉണ്ടാവില്ല, അതില്ലാതായി പോവുകയാണ് ചെയ്യുക. അപ്പം നേതാക്കളുടെ ക്രിയാത്മകമായ ഇടപെടലുകൾ ഒരു പാർട്ടിയുടെ സജീവമായ പ്രവർത്തനങ്ങൾക്ക് അടിസ്ഥാന ഘടകമാണ്. ഇനി നമ്മൾ പറയുന്നത് അതിലെ മറ്റൊരു ഭാഗമാണ് കൈൻഡ്സ് ഓഫ് പൊളിറ്റിക്കൽ പാർട്ടീസ്. പൊളിറ്റിക്കൽ പാർട്ടിയുടെ തരങ്ങൾ ഏതൊക്കെയെന്നാണ്. പൊളിറ്റിക്കൽ പാർട്ടിയുടെ സ്വഭാവം അനുസരിച്ച് പലതരത്തിലുള്ള പാർട്ടികൾ പ്രവർത്തിക്കുന്നുണ്ട്. അത് ഓരോന്നോരോന്നായിട്ടാണ് നമ്മൾ വിശദീകരിക്കുന്നത്. ഒന്നാമതായി കേഡർ പാർട്ടി ആൻഡ് മാസ് പാർട്ടി. കേഡർ പാർട്ടി എന്നത് അടിസ്ഥാന തത്വശാസ്ത്രങ്ങളോടും പാർട്ടിയോടും പ്രതിജ്ഞാബദ്ധരായ അംഗങ്ങളെ മാത്രം ഉൾക്കൊള്ളിക്കാൻ ശ്രമിക്കുന്ന പാർട്ടികളെയാണ് കേഡർ പാർട്ടികൾ എന്ന് പറയുന്നത്. ഇവിടെ അംഗങ്ങളുടെ എണ്ണത്തിനല്ല പ്രാധാന്യം കൽപ്പിക്കുന്നത്, അംഗങ്ങളുടെ പാർട്ടിയോടുള്ള പ്രതിബദ്ധതയും സമർപ്പണ ബോധത്തിനുമാണ് പ്രാധാന്യം. അതിനാൽ ഇത്തരം പാർട്ടികളിൽ അംഗത്വം ലഭിക്കുക എന്നത് ലളിതമായ കാര്യമല്ല. പാർട്ടി മാനിഫെസ്റ്റോയിൽ വലിയ അറിവും പരിശീലനവും ലഭിച്ച പാർട്ടി അച്ചടക്കം പാലിക്കുന്ന അംഗങ്ങളാണ് ഒരു കേഡർ പാർട്ടിയുടെ പ്രത്യേകത. ഇവർക്ക് പാർട്ടിയിൽ കുറെ ആളെ കൂട്ടുക എന്നതല്ല, ഉള്ള ആളുകൾ അതിശക്തമായി കേഡറായി നിൽക്കുക എന്നതാണ്. ഇതാണ് ഈ പാർട്ടിയുടെ പ്രത്യേകത. ഇതാണ് കേഡർ പാർട്ടി എന്ന് പറയുന്നത്. അതേസമയത്ത് മാസ് പാർട്ടി എന്ന് പറയുന്നത് പ്രത്യയശാസ്ത്രങ്ങളെക്കാൾ അംഗബലത്തിന് പ്രാധാന്യം നൽകുന്ന പാർട്ടികളാണ്. അവർക്ക് അവരുടെ മാനിഫെസ്റ്റോയേക്കാൾ പ്രധാനം കുറെ അംഗങ്ങൾ ഉണ്ടാവുക, ബഹുജനങ്ങളായ എല്ലാ മനുഷ്യരും പാർട്ടിയിൽ പെട്ടെന്ന് അംഗങ്ങളായി അതിനു കീഴിൽ നിൽക്കുക എന്നതാണ് അവരുടെ ലക്ഷ്യം. അംഗങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കുക എന്നതാണ് ഈ പാർട്ടികളുടെ പ്രധാനം. അതുകൊണ്ട് തന്നെ ഈ പാർട്ടികളിൽ അംഗത്വം ലഭിക്കുക എന്നത് ലളിതമായ പ്രക്രിയയാണ്. അംഗത്വം ലഭിക്കുന്നതിന് വലിയ ശ്രമകരമായ ജോലിയൊന്നുമില്ല, എല്ലാവർക്കും അംഗത്വം ലഭിക്കും. ഇത്തരം പാർട്ടികൾ അവരുടെ കേഡർ സ്വഭാവം കുറവായിരിക്കും, കാരണം എല്ലാ ആളുകളും അതിൽ അംഗങ്ങളായി പ്രവർത്തിക്കുന്ന ഒരു പാർട്ടി സംവിധാനം ശൈലിയുള്ള നേച്ചറുള്ള പാർട്ടികളെയാണ് നമ്മൾ മാസ് പാർട്ടികൾ എന്ന് പറയുന്നത്. രണ്ടാമതായി റെപ്രസെന്റേറ്റീവ് ആൻഡ് ഇന്റഗ്രേറ്റീവ് പാർട്ടീസ്. റെപ്രസെന്റേറ്റീവ് പാർട്ടി എന്നത് തെരഞ്ഞെടുപ്പിൽ പരമാവധി വോട്ട് ലഭിക്കുന്നതിന് പ്രാധാന്യം നൽകുന്ന പാർട്ടികളെയാണ് റെപ്രസെന്റേറ്റീവ് പാർട്ടി എന്ന് പറയുന്നത്. ഇവർ ആദർശ രാഷ്ട്രീയത്തെക്കാൾ പ്രായോഗിക രാഷ്ട്രീയത്തിലാണ് വിശ്വസിക്കുന്നത്. അവർ തെരഞ്ഞെടുപ്പിന്റെ വിജയത്തിന് പ്രാധാന്യം കൽപ്പിക്കുന്നു, അധികാരം ലഭിക്കുന്നതിന് പ്രാധാന്യം കൽപ്പിക്കുന്നു. അതല്ലാതെ ആദർശം മുന്നിൽ നിർത്തിക്കൊണ്ടുള്ള പ്രവർത്തനമല്ല. അധികാരം ലഭിക്കുന്നതിനുള്ള പ്രായോഗിക വോട്ട് നേടുന്നതിനുള്ള ശ്രമങ്ങളെയാണ് അവർ പ്രാധാന്യം കൽപ്പിക്കുന്നത്. അത്തരം പാർട്ടികളാണ് റെപ്രസെന്റേറ്റീവ് പാർട്ടി എന്ന് പറയുന്നത്. ഇന്റഗ്രേറ്റീവ് പാർട്ടി എന്നത് തെരഞ്ഞെടുപ്പ് വിജയത്തെക്കാൾ ആദർശ രാഷ്ട്രീയത്തിന് പ്രാധാന്യം നൽകുന്ന പാർട്ടികളെയാണ് ഇന്റഗ്രേറ്റീവ് പാർട്ടി എന്ന് പറയുന്നത്. ജനങ്ങളെ ബോധവൽക്കരിക്കുക, സാമൂഹ്യ പ്രശ്നങ്ങളിൽ ഇടപെടുക, രാഷ്ട്രീയ നിലപാട് ഉയർത്തിപ്പിടിക്കുക എന്നിവയാണ് ഇവർ പ്രാധാന്യം കൽപ്പിക്കുന്നത്. അതല്ലാതെ പ്രായോഗിക രാഷ്ട്രീയ അധികാരത്തിന് വേണ്ടി തങ്ങളുടെ ആദർശത്തെ ബലികയിപ്പിക്കുന്നവരല്ല ഇന്റഗ്രേറ്റീവ് പാർട്ടികൾ എന്ന് പറയുന്നത്. അവർ ആദർശങ്ങൾക്കാണ് വലിയ പ്രാധാന്യം കൽപ്പിക്കുന്നത്. മൂന്നാമത്തത് കോൺസ്റ്റിറ്റ്യൂഷണൽ ആൻഡ് റവല്യൂഷണറി പാർട്ടി. കോൺസ്റ്റിറ്റ്യൂഷണൽ പാർട്ടി എന്നത് രാഷ്ട്രത്തിന്റെ നിയമ സംവിധാനങ്ങൾക്ക് വിധേയമായി പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ പാർട്ടി എന്ന് പറയുന്നത്. തെരഞ്ഞെടുപ്പ്, രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ മാനിക്കുകയും തിരഞ്ഞെടുപ്പ് വിജയത്തെയും പരാജയത്തെയും അംഗീകരിക്കുകയും ചെയ്യുന്നവരാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ പാർട്ടീസ്. അതേസമയത്ത് റവല്യൂഷണറി പാർട്ടി എന്ന് പറയുന്നത് നിലവിലുള്ള നിയമങ്ങൾക്കും ഭരണഘടനയ്ക്കും വിരുദ്ധമായും അതിനെ തകർക്കുന്നതിനും അട്ടിമറിക്കുന്നതിനും വേണ്ടി പ്രവർത്തിക്കുന്ന പാർട്ടികളാണ്.
ഇത്തരം പാർട്ടികൾക്ക് ഭരണം ലഭ്യമാകുമ്പോൾ ഏകാധിപത്യ ഭരണത്തിന് ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. നാലാമത്തേത് ലെഫ്റ്റ് വിങ് ആൻഡ് റൈറ്റ് വിങ് പാർട്ടീസ്. സാമൂഹിക സാമ്പത്തിക നവീകരണത്തിനും നവോത്ഥാനത്തിനും വേണ്ടി പ്രവർത്തിക്കുന്ന സോഷ്യലിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ പോലുള്ള പുരോഗമന പാർട്ടികളെയാണ് ഇടതുപക്ഷ പാർട്ടികൾ ലെഫ്റ്റ് വിങ് പൊളിറ്റിക്കൽ പാർട്ടീസ് എന്ന് വിളിക്കുന്നത്. സാമൂഹികവും സാമ്പത്തികവുമായ പിന്നോക്കം നിൽക്കുന്ന ജനവിഭാഗങ്ങളിൽ നിന്നായിരിക്കും ഇത്തരം പാർട്ടികൾക്ക് കൂടുതൽ ജനപിന്തുണ ഉണ്ടായിരിക്കുക. അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ പിന്തുണയാണ് ഈ പാർട്ടിയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത്. റൈറ്റ് വിങ് പൊളിറ്റിക്കൽ പാർട്ടി എന്ന് പറയുന്നത് നിലവിലുള്ള സാമൂഹിക വ്യവസ്ഥിതിക്ക് വേണ്ടിയും പാരമ്പര്യം നിലനിർത്താൻ വേണ്ടിയും വംശീയ സാമുദായിക സംവിധാനങ്ങൾക്ക് വേണ്ടിയും നിലകൊള്ളുന്ന പാർട്ടികളെയാണ് വലതുപക്ഷ പാർട്ടികൾ എന്ന് പറയുന്നത്. തീവ്ര വിഭാഗങ്ങളുടെയും ഉയർന്ന മധ്യവർഗ എന്നീ വിഭാഗങ്ങളുടെയും പിന്തുണ ഇത്തരത്തിലുള്ള പാർട്ടികൾക്ക് പൊതുവെ ഉണ്ടാവുന്നതാണ്. ഇതാണ് റൈറ്റ് വിങ് പാർട്ടി എന്ന് പറയുന്നത്. 4 പാർട്ടികളാണ് പ്രധാനമായിട്ടും നമുക്ക് അതിൻ്റെ പാർട്ടികളുടെ നേച്ചറിനനുസരിച്ച് തരംതിരിച്ചിട്ട് പറയാനുള്ളത്. നമ്മൾ അതിനെക്കുറിച്ചാണ് ഇപ്പോൾ പറഞ്ഞത്. ഇനി നമ്മൾ നോക്കുന്നത് ഓരോ രാജ്യങ്ങളിലെയും പാർട്ടി സംവിധാനങ്ങൾക്ക് മാറ്റമുണ്ട്. ആ സംവിധാനങ്ങളെ, പാർട്ടി സംവിധാനങ്ങളെ, അതിനെക്കുറിച്ചാണ് നമ്മൾ ഇനി നോക്കുന്നത്. ഓരോ രാഷ്ട്രത്തിലെയും ഭരണ സംവിധാനത്തിന്റെ അടിസ്ഥാനത്തിൽ അവിടെ ഏക പാർട്ടി സംവിധാനമെന്നും ദി പാർട്ടി സംവിധാനമെന്നും മൾട്ടി പാർട്ടി സംവിധാനമെന്നും 3ആയി തരംതിരിച്ചിട്ടുണ്ട്. ആദ്യമായിട്ട് നമ്മൾ നോക്കുന്നത് വൺ പാർട്ടി സിസ്റ്റം എന്നാണ്. അധികാരം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ മാത്രം കുത്തകയായിട്ടുള്ള രാഷ്ട്രത്തിലെ പാർട്ടി സംവിധാനത്തെയാണ് വൺ പാർട്ടി സിസ്റ്റം എന്ന് പറയുന്നത്. ഇവിടെ മറ്റു പാർട്ടികൾ ചിലപ്പോൾ ഉണ്ടായിരിക്കാം. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അധികാര മത്സരത്തിൽ അവർ തികച്ചും അപ്രസക്തരായിരിക്കും. അല്ലെങ്കിൽ മറ്റു പാർട്ടികൾക്ക് പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം പോലും ഉണ്ടായിരിക്കില്ല. ഇങ്ങനെയായിരിക്കും വൺ പാർട്ടി സിസ്റ്റം ഉണ്ടാവുന്ന സ്ഥലങ്ങളിൽ. ഇവിടെ പ്രതിപക്ഷ പാർട്ടികൾക്ക് സ്ഥാനം ഉണ്ടാവില്ല. ഇങ്ങനെയായിരിക്കും വൺ പാർട്ടി സിസ്റ്റം നിലനിൽക്കുന്ന രാജ്യത്തിൽ പ്രവർത്തിക്കുന്നത്. ഏകാധിപത്യ സ്വഭാവം പുലർത്തുന്ന ഈ പാർട്ടി സംവിധാനത്തിൽ പാർട്ടിയിലെ അംഗങ്ങൾ പാർട്ടിയോടും പാർട്ടി ആദർശങ്ങളോടും കൂറു പുലർത്തുന്നവരും അച്ചടക്കമുള്ളവരുമായിരിക്കും. പഴയ USSRഉം ഇപ്പോഴത്തെ ചൈനയുമാണ് ഇതിന്റെ ഉദാഹരണം. അവിടെയുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഏക പാർട്ടി സംവിധാനത്തിന്റെ ഭാഗമാണ്. ഏക പാർട്ടി സംവിധാനത്തിന്റെ ചില നേട്ടങ്ങളുണ്ട്, അത് നമുക്ക് പറയാം. ഒരു പാർട്ടി അധികാരം കുത്തകയായി വെക്കുമ്പോൾ ആ രാജ്യത്ത് സുസ്ഥിരമായ ഭരണം ഉറപ്പുവരുത്താൻ സാധിക്കും. മറ്റൊന്ന്, വിഭാഗീയ താൽപര്യങ്ങൾക്ക് പ്രാധാന്യമില്ലാത്തതിനാൽ ഏകപാർട്ടി ഭരണം രാജ്യത്ത് ശക്തമായ ദേശീയത വളർത്താൻ സഹായിക്കുന്നു. മൂന്നാമത്തേത്, ഇവിടെ പാർട്ടിയും ഗവൺമെന്റും തമ്മിലുള്ള സംഘർഷങ്ങൾ ഉണ്ടാവുന്നില്ല. കാരണം ഒരു പാർട്ടിയിൽ അംഗങ്ങൾ ആയവർ മാത്രമേ ഗവൺമെന്റിൽ ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഗവൺമെന്റും പാർട്ടിയും തമ്മിൽ സംഘർഷം ഉണ്ടാവുന്നില്ല എന്നത് അവിടുത്തെ ഒരു പ്രത്യേകതയാണ്. മറ്റൊന്ന്, ഇവിടെ തുടരെയുള്ള തെരഞ്ഞെടുപ്പുകൾ ഇല്ലാത്തതിനാൽ വളരെ ചെലവ് കുറഞ്ഞ സംവിധാനമാണ് അവിടെയുള്ള രാഷ്ട്രീയ വ്യവസ്ഥ എന്ന് പറയുന്നത്. ഏകപാർട്ടി സംവിധാനത്തിന് ചില കോട്ടങ്ങളും ഉണ്ട്. ആ കോട്ടങ്ങളാണ് നമ്മൾ നോക്കുന്നത്. ഏകപാർട്ടി ഭരണ സംവിധാനത്തിൽ സ്വാഭാവികമായും ഏകാധിപത്യ സ്വേച്ഛാധിപത്യ ഭരണം ഉണ്ടാവും. ഇത് ഒന്നാമത്തെ കോട്ടമാണ്. മറ്റൊരു കോട്ടം എന്ന് പറയുന്നത് ഭരണകൂടത്തിന്റെ അധികാര ദുർവിനിയോഗം ശക്തമായിരിക്കും. മറ്റൊന്ന്, പ്രതിപക്ഷ സ്വരങ്ങളെ തുടച്ചു നീക്കാനുള്ള പ്രവണതയുണ്ടാകും. പ്രതിപക്ഷ ഒച്ചകൾ തീരെ ഉണ്ടാവില്ല. മറ്റൊന്ന്, ബദൽ ഗവൺമെന്റുകൾ രൂപീകരിക്കാനുള്ള സാധ്യതയുണ്ടാവില്ല. ആ പാർട്ടിയുടെ ഗവൺമെന്റ് മാത്രമേ പ്രവർത്തിക്കുകയുള്ളൂ. മറ്റൊന്ന്, സമൂഹത്തിലെ എല്ലാ ജനവിഭാഗങ്ങളുടെയും പ്രാതിനിധ്യം ഉണ്ടാവണമെന്നില്ല. അധികാരം കുറച്ചു പേരുടെ കൈകളിൽ മാത്രമായിരിക്കും. ജനങ്ങളുടെ രാഷ്ട്രീയ തെരഞ്ഞെടുപ്പിനുള്ള ചോയ്സ് ഉണ്ടായിരിക്കില്ല. മറ്റൊന്ന്, 2 പാർട്ടി സിസ്റ്റമാണ്. ഗവൺമെന്റ് രൂപീകരിക്കാൻ തക്കവിധം ശക്തമായ 2 രാഷ്ട്രീയ പാർട്ടികൾ മാത്രമുള്ള രാഷ്ട്രത്തിനെയാണ് ദി പാർട്ടി സംവിധാനം എന്ന് പറയുന്നത്. ഇവിടങ്ങളിൽ ചിലപ്പോൾ ധാരാളം ചെറുപാർട്ടികൾ ഉണ്ടെങ്കിലും ഗവൺമെന്റ് രൂപീകരിക്കാൻ ശക്തമായ 2 പാർട്ടികൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഇവിടെ ഒരു പാർട്ടി ഭരിക്കുമ്പോൾ മറ്റേ പാർട്ടി പ്രതിപക്ഷത്തായിരിക്കും. ഇവർ മാറി മാറി രാജ്യം ഭരിക്കും. അമേരിക്കയിലെ റിപ്പബ്ലിക്കൻ പാർട്ടിയും ഡെമോക്രാറ്റിക് പാർട്ടിയും അതുപോലെ ബ്രിട്ടനിലെ കൺസർവേറ്റീവ് പാർട്ടിയും ലേബർ പാർട്ടിയും ഇതിന് നല്ല ഉദാഹരണങ്ങളാണ്.
ദി പാർട്ടി സംവിധാനത്തിന്റെ നേട്ടങ്ങൾ എന്ന് പറയുന്നത് ഇവിടങ്ങളിൽ പാർട്ടിയുടെ പദ്ധതികളും നയങ്ങളും കൃത്യമായി നടപ്പാക്കാൻ സാധിക്കുന്നു. അതുപോലെ ഇവിടുത്തെ ജനങ്ങൾക്ക് പാർട്ടിയുടെ പദ്ധതികളും നയങ്ങളും മനസ്സിലാക്കി തങ്ങളുടെ തെരഞ്ഞെടുപ്പ് അവകാശം വിനിയോഗിക്കാൻ സാധിക്കുന്നു. മത്സര രംഗത്ത് 2 പാർട്ടി ഉള്ളതിനാൽ അധികാര തുടർച്ച ലഭിക്കുന്നതിന് അതുപോലെ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുന്നതിനും ഇരു പാർട്ടിയും ജനങ്ങളോട് പ്രതിജ്ഞാബദ്ധരായി പ്രവർത്തിക്കും. ഇത് പാർട്ടികളെ കൂടുതൽ ഉത്തരവാദിത്ത ബോധമുള്ളവയാക്കും. കാരണം അടുത്ത തെരഞ്ഞെടുപ്പിലും വിജയിക്കണമെന്ന ബോധ്യം അവർക്കുണ്ടായിരിക്കും. മറ്റൊന്ന്, ഇവിടെ പ്രതിപക്ഷ പാർട്ടികൾക്ക് ക്രിയാത്മകമായ പങ്കുവഹിക്കാൻ സാധിക്കും. കാരണം ഭരണപക്ഷത്ത് രൂക്ഷമായ ഭാഷയിൽ ക്രിയാത്മകമായി വിമർശിക്കാൻ പ്രതിപക്ഷ പാർട്ടികൾ പൂർണ്ണമായും ശ്രമിക്കും. ഇതും ഒരു മെറിറ്റാണ്. മറ്റൊരു മെറിറ്റ് എന്ന് പറയുന്നത് ഇവിടെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ കൃത്യമായി അഡ്രസ് ചെയ്യപ്പെടുമെന്നത് മറ്റൊരു പ്രത്യേകതയാണ്. ദി പാർട്ടി സംവിധാനത്തിന്റെ കോട്ടങ്ങൾ എന്ന് പറയുന്നത് ഭരണ തുടർച്ച പലപ്പോഴും കിട്ടാതിരിക്കുന്നതിനാൽ സുസ്ഥിരമായ വികസനം നടക്കാതെ വരും. ജനങ്ങൾക്ക് തെരഞ്ഞെടുക്കാനുള്ള ചോയ്സ് ഉണ്ടെങ്കിലും 2 പാർട്ടികളിൽ അത് നിജപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. 2 പാർട്ടിയിലും തൃപ്തരല്ലാത്ത ഒരു സമ്മതിദായകന് മറ്റൊരു ചോയ്സ് ഇല്ലാതാവുന്നുണ്ട്. ഇതും ഒരു കോട്ടമാണ്. മറ്റൊന്ന്, ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് കൃത്യമായ പ്രാതിനിധ്യം ഉണ്ടായെന്ന് വരില്ല 2 പാർട്ടിയിൽ മാത്രമാവുമ്പോൾ എന്നതും ഒരു കോട്ടമാണ്. ഒന്ന് മൾട്ടി പാർട്ടി സിസ്റ്റമാണ്. 2ലധികം രാഷ്ട്രീയ പാർട്ടിയുള്ള രാഷ്ട്രീയ സംവിധാനമാണ് മൾട്ടി പാർട്ടി സിസ്റ്റം എന്ന് പറയുന്നത്. ഇത്തരം രാഷ്ട്രങ്ങളിലെ രാഷ്ട്രീയ സംവിധാനത്തെ സ്വാധീനിക്കാൻ ചെറു പാർട്ടികൾക്ക് വളരെയധികം സാധിക്കുന്നുണ്ട്. ഇവിടങ്ങളിൽ ഗവൺമെന്റുകൾ പലപ്പോഴും മുന്നണി സംവിധാനത്തിലൂടെയായിരിക്കും രൂപീകരിക്കുന്നത്. കാരണം ഒരു പാർട്ടിക്കായിട്ട് കേവല ഭൂരിപക്ഷം ലഭിച്ചെന്ന് വരില്ല. കാരണം ഒരുപാട് പാർട്ടിയിലേക്ക് വോട്ടുകൾ സ്പ്ലിറ്റായി പോകുമ്പോൾ മുന്നണിയായിട്ടായിരിക്കും പാർട്ടികൾ മത്സരിക്കുന്നതും പാർട്ടികൾ ഗവൺമെന്റ് രൂപീകരിക്കുന്നതും മുന്നണിയായിട്ടായിരിക്കും. ഒരുപാട് പാർട്ടി നിലനിൽക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന സംവിധാനമാണ് ഈ മൾട്ടി പാർട്ടി സിസ്റ്റം എന്ന് പറയുന്നത്. മൾട്ടി പാർട്ടി സിസ്റ്റത്തിന്റെ നേട്ടങ്ങളാണ് നമ്മൾ ഇനി നോക്കുന്നത്. മറ്റെല്ലാ പാർട്ടി സംവിധാനത്തെക്കാളും ജനാധിപത്യപരമായ തെരഞ്ഞെടുക്കാനുള്ള ചോയ്സ് ഉള്ള സംവിധാനം എന്ന് പറയുന്നത് മൾട്ടി പാർട്ടി സിസ്റ്റമാണ്. എല്ലാവിധ ജനവിഭാഗങ്ങളുടെയും താല്പര്യങ്ങൾ ഇവിടെ പ്രതിനിധീകരിക്കപ്പെടുന്നു എന്നത് മറ്റൊരു പ്രത്യേകതയാണ്. മുന്നണി സംവിധാനത്തിലുള്ള എല്ലാ പാർട്ടികളുടെയും പിന്തുണയോടുകൂടി മാത്രം ഭരണത്തിൽ തുടരാൻ സാധിക്കുന്നു എന്നത് ഏകാധിപത്യ സ്വേച്ഛാധിപത്യ പ്രവണതയെ ഇല്ലാതാക്കും എന്നതും മറ്റൊരു പ്രത്യേകതയാണ്. ധാരാളം പാർട്ടികൾ മത്സര രംഗത്തുള്ളതിനാൽ ജനങ്ങളുടെ തെരഞ്ഞെടുക്കാനുള്ള ചോയ്സ് വളരെ കൂടുതലാണ്. മറ്റൊന്ന്, പൊതുജനാഭിപ്രായം സമാഹരിക്കുന്നതിന് കാര്യക്ഷമമായ പ്രവർത്തനങ്ങൾ നടക്കും എന്നതും മറ്റൊരു പ്രത്യേകതയാണ്. മൾട്ടി പാർട്ടി സംവിധാനത്തിന് ചില കോട്ടങ്ങളുണ്ട്. അത് ഇവിടങ്ങളിൽ പലപ്പോഴും മുന്നണി ഭരണമായതിനാൽ ഗവൺമെന്റിന്റെ സ്ഥിരത പലപ്പോഴും ഇല്ലാതാക്കും. ഇത് രാജ്യത്തിന്റെ വികസനത്തിനെ മന്ദഗതിയിലാക്കും. മുന്നണി സംവിധാനത്തിലുള്ള പാർട്ടികൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം കാലയളവ് തികയ്ക്കാതെയുള്ള അധികാര നഷ്ടത്തിലേക്ക് സർക്കാരിനെ നയിക്കും. അതുപോലെ ജാതിമത ശക്തികളുടെ പാർട്ടികളും മൾട്ടി പാർട്ടി സംവിധാനത്തിലുണ്ടാകും. അങ്ങനെ നിരവധി പാർട്ടികൾ കൂണുപോലെ പാർട്ടികൾ ആ രാജ്യത്തുണ്ടായിരിക്കും എന്നതും മൾട്ടി പാർട്ടി സംവിധാനത്തിന്റെ കോട്ടങ്ങളാണ്. മുന്നണിയിലുള്ള എല്ലാ പാർട്ടികളുടെയും താല്പര്യങ്ങളെ പരിഗണിച്ചുകൊണ്ട് മാത്രമേ തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കുകയുള്ളൂ എന്നത് ഗവൺമെന്റിന്റെ ഏകത ഇല്ലാതാക്കും. അത് പല പദ്ധതികളും നടക്കാതെ പോകും എന്നത് മറ്റൊരു കോട്ടമാണ്. ചില സമയങ്ങളിൽ ഒരു പാർട്ടിക്കും ഗവൺമെന്റ് രൂപീകരിക്കാൻ കഴിയാതെ വരും. ഇതും രാജ്യത്ത് രാഷ്ട്രീയ അസ്ഥിരത ഉണ്ടാക്കും. ഇതും മറ്റൊരു പ്രശ്നമാണ്. എന്തായാലും ഇതൊക്കെയാണ് നമ്മൾ മൾട്ടി പാർട്ടി സിസ്റ്റം, 1 പാർട്ടി സിസ്റ്റം, 2 പാർട്ടി സിസ്റ്റം എന്നിവയുടെ മെറിറ്റും ഡിമെറിറ്റും അതെന്താണെന്നൊക്കെ നമ്മൾ വിശദീകരിച്ചു. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പൊളിറ്റിക്കൽ പാർട്ടിയെക്കുറിച്ചാണ്. പൊളിറ്റിക്കൽ പാർട്ടിയും പൊളിറ്റിക്കൽ പാർട്ടിയുടെ വിവിധ തരങ്ങളുമൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോകളിലായിട്ട് പറഞ്ഞു. ഇനി വീഡിയോയിൽ പറയുന്നത് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ഭാഗമാണ്. ആദ്യമായിട്ട് നമ്മൾ പറയുന്നത് മൗറിസ് ഡുവാങ്കറുടെ 4 ടൈപ്സ് ഓഫ് 4 തരത്തിലുള്ള രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചാണ്. 1 കോക്കസ്, 2 ബ്രാഞ്ച്, 3 സെല്ല്, 4 മലീഷ്യ. ഇങ്ങനെ 4 രൂപത്തിലുള്ള പ്രവർത്തനത്തെയാണ് മൗറിസ് ഡുവാങ്കർ തന്റെ പുസ്തകത്തിൽ പറയുന്നത്, പൊളിറ്റിക്കൽ പാർട്ടിയുടെ പ്രവർത്തനത്തെക്കുറിച്ച് പറയുന്നത്. നമുക്ക് ആദ്യമായിട്ട് കോക്കസിനെ കുറിച്ച് നോക്കാം. പാർട്ടിക്കുള്ളിൽ തന്നെയുള്ള ചെറു യൂണിറ്റുകളാണ് കോക്കസ് എന്ന് പറയുന്നത്. പാർട്ടിയിലെ പ്രധാനികളുടെ ഗ്രൂപ്പാണ് കോക്കസ്. തീരുമാനങ്ങൾ എടുക്കുന്നതിൽ പ്രധാന പങ്കുവഹിക്കുന്നത് ഇവരാണ്. ഇതിൽ അംഗങ്ങളുടെ എണ്ണത്തിലല്ല, ക്വാളിറ്റിയിലാണ് പ്രധാനം. പാർട്ടിയുടെ എല്ലാ ക്വാളിറ്റിയും തികഞ്ഞ പ്രവർത്തകർ, നേതാക്കൾ എല്ലാമാണ് ഇതിലുണ്ടാവുക.
രണ്ടാമത്തത് ബ്രാഞ്ചാണ്. ജനങ്ങളുമായി സമ്പർക്കം പുലർത്തുന്നതിനായി സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ ഒരു കണ്ടെത്തലാണ് ബ്രാഞ്ച്. ജനങ്ങളുമായി കൂടുതൽ ബന്ധം ഊട്ടിയുറപ്പിക്കുന്നതിന് ഈ ബ്രാഞ്ചുകൾ ശ്രമിക്കുന്നു. പാർട്ടിക്ക് ജനങ്ങളുടെ അഭിപ്രായം അറിയുന്നതിനും ആശയ കൈമാറ്റത്തിനും ശ്രമിക്കുന്നത് ഈ സംവിധാനം, ബ്രാഞ്ച് സംവിധാനം വഴിയാണ്. സെല്ലാണ് മൂന്നാമത്തത്. ഇത് ഫാസിസ്റ്റ് പാർട്ടികളുടെ കണ്ടെത്തലാണ്. പാർട്ടിയുടെ സെല്ല് യൂണിറ്റ് രാജ്യത്തിന്റെ മുക്കിലും മൂലയിലുമായി പരന്നു കിടക്കുന്നു. അംഗങ്ങൾക്കിടയിൽ കൂടുതൽ സ്വാധീനം സെല്ലിനുണ്ടായിരിക്കും. മറ്റു ഘടകങ്ങളെക്കാൾ കൂടുതൽ പ്രാധാന്യം ഇതിനാൽ സെല്ലിനുണ്ടാവും. സെല്ലുകളുടെ നെറ്റ്വർക്ക് നിയന്ത്രിക്കുന്നത് പാർട്ടിയുടെ ഏറ്റവും ഉയർന്ന ഘടകം നേരിട്ടായിരിക്കും. നാലാമത്തത് മലീഷ്യയാണ്. തീവ്ര പാർട്ടികൾ നിലനിർത്തിപ്പോരുന്ന മിലിറ്ററി വിങ്ങാണ് മലീഷ്യ. മിലിറ്ററി ട്രെയിനിങ് ലഭിച്ച യൂണിഫോം കേഡറ്റായ ഇവർ പാർട്ടിയുടെ സുപ്രീം കമാൻഡർമാരുടെ നിർദ്ദേശമനുസരിച്ചായിരിക്കും പ്രവർത്തിക്കുക.